ഇന്ന് 1997 ജനുവരി 14 ചൊവ്വാഴ്ച. ഞാൻ ഈ ഗൾഫിലെത്തി നിങ്ങൾക്ക് സുലൈമാനി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 1 വർഷവും 2 മാസവും 4 ദിവസവുമായി. ഞാൻ നാളെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഇത് പറയാൻ മറ്റൊരവസരം ഇനി കിട്ടണമെന്നില്ല. നേരിട്ട് പറയാൻ പലവട്ടം നോക്കിയതാണ്. നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ എല്ലാം ആവിയായി പോകും. മനുഷ്യന്മാരുടെ ഗതികേട് കൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ള ഒരാളുടെ കൂടെ ജോലി ചെയ്യേണ്ടി വരുന്നത്. സദാനന്ദ, എന്താടാ നിന്റെ മോത്തൊരു വല്ലായ്മ? നമ്മുടെ ബോസിന്റെ ഭാര്യ പ്രസവിച്ചു. ബോസ് തന്നതാണോ ഈ മിഠായി? നല്ല ആളാ. മിഠായി തരേ, ഇതെന്റെ വക. ഒരു ദിവസം ഇവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങാലോ. നീ ഇതെല്ലാവർക്കും കൊടുക്ക്, നീയും കഴിച്ചട്ടാ. എന്താടോ ഇത്? സാറിൻ്റെ ഭാര്യ പ്രസവിച്ചതിന് ജെയിംസ് മിഠായി തന്നു. മരക്കഴുത, പോയി ഇന്നത്തെ ലെറ്റേഴ്സ് എടുത്തു കൊണ്ടുപോടോ. എടോ സദാനന്ദ, ഒരു സ്ട്രോങ് ചായ ഇട്. സദാനന്ദ, നീ നേരത്തെ ആണല്ലോടാ. ബോസിന്റെ ഭാര്യ പ്രസവിച്ച് ബോസ് ഇന്ന് നേരത്തെ പോയി. അപ്പൊ ഇന്ന് ഉഷാർ ചെലവിട്ട് കാണുമല്ലോ. വയറ് നിറച്ച് കിട്ടി. ഞാൻ പോണു. ആ എമിഗ്രേഷൻ മാമാട്ടിലെ ഗ്യാസ് തീർന്നിരിക്കണു. പിന്നെ കാട്ടാ. കുറെ കാശുണ്ടായിട്ട് കാര്യമില്ല, മനുഷ്യപ്പറ്റ് വേണം. എൻ്റെ ചെങ്ങാതി ജബ്ബാറിൻ്റെ മുതലാളി ഉമ്മർക്ക എന്തൊരു നല്ല മനുഷ്യനാ. إن شاء الله بعدين عصير سيجارة إن شاء الله بدرش إن شاء الله. ജബ്ബാറെ, ഈ ഓര് വിളിക്കുമ്പോഴത്തേന് വെള്ളം കൊടുത്തിട്ട് ഇങ്ങനെ പായണ്ട, ഒന്ന് വെയിലൊക്കെ താറിയിട്ട് പോയാൽ പോരാ. എനിക്ക് ഇതവിടെ എത്തിച്ചില്ലെങ്കിലേ മാമാടക്ക് ഇരിക്കരുന്ന് ഇങ്ങനെ ആക്കേണ്ടി വരും. ആ സാധനത്തെ പോരാട്ടാ. സദാനന്ദ, ഈ പണിയുടെ ഓട്ടോമ്പാച്ചിലിൻ്റെ ഇടയിൽ യോനോട് നേരത്തിനും കാലത്തിനും എന്തെങ്കിലും ഒന്ന് കഴിച്ചോളാൻ പറഞ്ഞു കൊടുക്കടാ. മനുഷ്യരെ എന്തിനാണ് ഇങ്ങനെ ഇടങ്ങേറാക്കുന്നത്? ആരും ബോസായി ജനിക്കുന്നില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സദാനന്ദ, നീ എന്തിനാ ബോസ് പിടിക്കുമ്പോ ഇങ്ങനെ കിടന്ന് തൊള്ളണത്? നീ എന്നെ കണ്ടു പഠിക്കേ. എനിക്ക് ഇയാളെ പേടിയൊന്നുമില്ല. നിൽക്കേണ്ട പോലെ നിൽക്കാൻ എനിക്കറിയാ. എടാ, ഇയാളും നിന്നെപ്പോലെ ഇവിടെ ഒരു ബോയ് ആയിരുന്നു. പിന്നെ ഈ കഫീലിനെ സുഖിപ്പിച്ച് ഈ കസേരയിലെത്തിയതാ. നമ്മുടെ ബോസും ഇവിടുത്തെ ബോയ് ആയിരുന്നു. നീ ഒന്ന് ഓർത്തോക്കിയ സീന്. സാർ, ചായ. ജെയിംസ്, എവിടെയോ ഔട്ട്സ്റ്റാൻഡിംഗ് ലിസ്റ്റ്? ഇന്നലെ തന്നോട് പറഞ്ഞല്ലേ? റെഡിയാണ് സാർ. പണിയെടുക്കുന്ന സമയത്താ പഞ്ചായത്ത്. നമ്മ പറഞ്ഞത് അവർ കേട്ടിട്ടുണ്ടാവോ? ഇല്ലല്ലേ? ഒടുവിൽ ജോലിയിൽ നിന്ന് രാജിവെച്ച അന്നെങ്കിലും നിങ്ങളൊരു നല്ല വാക്ക് പറയുമെന്ന് ഞാൻ കരുതി. അപ്പോ താൻ തീരുമാനിച്ചു അല്ലേ? അല്ലെങ്കിലും തനിക്ക് ഈ പണി ശരിയാവില്ല. പണി ഇവിടെയും മനസ്സ് നാട്ടിലും. വിസ ക്യാൻസൽ ചെയ്യണം. അടുത്ത ഞായറാഴ്ച തന്നെ വിട്ടോളൂ. അപ്പൊ നീ ഞായറാഴ്ചത്തേക്ക് ടിക്കറ്റ് എടുത്താ? എന്നിട്ട് നാട്ടിൽ പോയിട്ട് എന്താ പരിപാടി? 2 പശുവിനും കൂടി വാങ്ങണം. വേറെയും ചില പണിയൊക്കെ ഉണ്ട്. പിന്നെ ഉമ്മർക്ക് ക്യാൻസലാക്കി നാട്ടിൽ പോണെന്ന്. മൂപ്പർക്ക് എന്തേ പറ്റി? മൂപ്പർക്ക് നിൽക്കാൻ പറ്റണില്ല. മുട്ടുകാലം കൊണ്ട് വയ്യ. ഓപ്പറേഷൻ വേണമെന്നാണ് പറയണത്. അപ്പൊ കട എന്നോട് നോക്കാനാണ് പറയണത്.
അപ്പോൾ നീ മുതലാളിയാവാൻ പോവല്ലേ? എനിക്കറിയില്ല എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന്. അന്നെ കൊണ്ടത് പറ്റൂടാ ജബ്ബാറെ. ഞാൻ ഈ ബോയ്ക്കുപ്പായം അഴിച്ചു വെക്കുന്ന അന്ന് തന്നെയാണ് ഉമ്മർക്ക മുതലാളിയുടെ കസേരയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത്. മക്കളെ പോട്ടേട്ടാ. ഉമ്മർക്ക ജബ്ബാറിൻ്റെ മനസ്സിൽ എന്നും പുഞ്ചിരിച്ചു നിൽക്കും. നിങ്ങൾക്ക് ആരുടെ മനസ്സിലും ഒരിടവും ഉണ്ടാവില്ല. ഏതായാലും നിങ്ങൾക്ക് സുലൈമാനി ഉണ്ടാക്കി തന്ന് എൻ്റെ ജീവിതം തീർക്കാൻ ഞാനില്ല. കുറെ എഴുതി സമയം കളയുന്നില്ല. നാളെ പുറപ്പെടുകയാണ്. ഇനി ഒരിക്കലും നിങ്ങളെ കണ്ടുമുട്ടരുതേ എന്ന പ്രാർത്ഥനയോടെ സദാനന്ദൻ. സാർ. ഓക്കെ സാർ. സദാനന്ദ, ദേ ബോസ് വിളിക്കുന്നു. ഇന്നത്തോടെ സദാനന്ദൻ രക്ഷപ്പെട്ടു മോനെ. ആരാ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത്? ജെയിംസാണ് സാർ. ഒന്നുമില്ല സാർ. ശരി സാർ. സദാനന്ദ, ദാ ഇത് വച്ചോളൂ. കുറച്ച് പൈസയുണ്ട്, അധികമൊന്നുമില്ല. നാട്ടിൽ പോയി പശുക്കളെ വാങ്ങിക്കുമ്പോൾ 2 പശുക്കളെ കൂടുതൽ വാങ്ങിച്ചോളൂ. ആ, എന്നാൽ താൻ ഇറങ്ങിക്കോ, സമയമായി. പിന്നെ ഇടയ്ക്ക് വിളിക്കണം കേട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. പ്രമോദേ, ആസ്മക്കിന്റെ പേയ്മെന്റ് എന്തായി? അതിലൊരു ഇഷ്യൂ ഉണ്ട് സാർ. എന്ത് ഇഷ്യൂ? ഒന്നും ചെയ്യാതെ ഇവിടെ ഇരുന്നോ? സദാനന്ദ, ടിക്കറ്റും പാസ്പോർട്ടൊക്കെ എടുത്തില്ലേ? ആ. ജെയിംസേ, റേഡിയോ ഓൺ ചെയ്യ്. ഇതിൽ പ്രോഗ്രാമൊന്നുമില്ല, എപ്പോഴും വാർത്തയാണ്. ഇടക്കൊക്കെ ഒന്ന് വാർത്ത. ജെയിംസേ, ആ ഗ്രോസറിൻ്റെ അടുത്തൊന്ന് ചവിട്ട്. വേഗം നോക്കട്ടാ, സമയമില്ല. उल्लू का पोटा, तुम क्या करते? ये जल्दी ഡെലിവറി ചെയ്തവനാ? സദാനന്ദ, നമ്മളിങ്ങനൊക്കെ നിന്നില്ലെങ്കിലേ അവർ തലേ കയറുന്നു. നീ ഇറങ്ങിയ? ആ, നിനക്കേ ഞാനൊരു പെർഫ്യൂം വെച്ചിരുന്നു. അത് ആരെടുത്ത്? വേണ്ടടാ. നീ പോയിട്ടേ ഒരു ലെറ്റർ ഇട്. ഒന്നും ശരിയായില്ലെങ്കിലേ നമുക്ക് പുതിയ വിസ നോക്കാടാ. വണ്ടി കാത്തുക പോട്ടെ.